ഇന്ന് ഞാൻ കേരളത്തിലെ വളരെ മനോഹരമായ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിലൂടെ പോവുകയാണ്. ചങ്ങനാശ്ശേരി പെരുന്നയിൽ നിന്ന് തുടങ്ങുന്ന ഈ റോഡ് കിടങ്ങറ, നെടുമുടി, പള്ളാത്തുരുത്തി പാലങ്ങൾ കടന്ന് ആലപ്പുഴയിൽ എത്തിച്ചേരുന്നു. 1949 തിരുവിതാംകൂറും കൊച്ചിയും കൂടെ ചേർന്ന് തിരുക്കൊച്ചി എന്ന സംസ്ഥാനമുണ്ടായി. അതിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രി TK നാരായണപിള്ളയായിരുന്നു. അതിനുശേഷം മുഖ്യമന്ത്രിയായത് C കേശവനാണ്. C കേശവൻ്റെ മന്ത്രിസഭയിൽ കുട്ടനാട്ടുകാരനായ ഒരാളുണ്ടായിരുന്നു. അയാളാണ് KM കോര. KM കോരയുടെ ആശയമാണ് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ്. ഇന്ന് AC റോഡ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് റോഡെന്ന് പറയാൻ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഒരു നടപ്പാത പോലും ഇല്ലായിരുന്നു. ഇത് മുഴുവൻ നെൽകൃഷി ചെയ്തിരുന്ന നെൽപ്പാടങ്ങളായിരുന്നു. റോഡിന് ഇടതുവശത്തായി ഇപ്പോൾ കാണുന്ന AC കനാലും അന്ന് നെൽപ്പാടം തന്നെയായിരുന്നു. അവിടെ നിന്ന് ഏതാണ്ട് 30 മീറ്റർ വീതിയിൽ കട്ടയും ചെളിയും എടുത്ത് ഇപ്പോൾ റോഡ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക് ഇട്ടിട്ടാണ് റോഡ് നിർമ്മിച്ചത്. അന്ന് ബുൾഡോസർ ഇല്ലായിരുന്നു, JCB ഇല്ലായിരുന്നു. എല്ലാം മനുഷ്യപ്രയത്നം മാത്രമായിരുന്നു. റോഡിനാവശ്യമായ ചെളിയും കട്ടയും അവിടെ നിന്ന് എടുത്തപ്പോൾ അവിടം ഒരു കനാലായി മാറി. അതിന് നമ്മൾ AC കനാൽ എന്ന് പേരുമിട്ടു. AC റോഡിന് ചങ്ങനാശ്ശേരിയിൽ നിന്നും ആലപ്പുഴ വരെ 24 കിലോമീറ്ററാണ് നീളമുള്ളത്. എന്നാൽ ഇതിന് പാരലായി ആലപ്പുഴ വരെ AC കനാൽ ഇല്ല. ഒന്നാങ്കര എന്ന് പറയുന്ന സ്ഥലം വരെ മാത്രമേ AC കനാൽ നിലവിൽ ഉള്ളൂ. 1951 AC റോഡിൻ്റെ പണി തുടങ്ങിയെങ്കിലും 1958 മാത്രമാണ് അതിൻ്റെ പണി ഏകദേശമായിട്ട് പൂർത്തിയായത്. ഇതിനോടകം തിരുവിതാംകൂറും കൊച്ചിയും മലബാറും ചേർന്ന് കേരളം എന്ന സംസ്ഥാനം 1956 രൂപീകൃതമായി. അതിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന EMS നമ്പൂതിരിപ്പാടാണ് 1958 AC റോഡ് ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടനം കഴിഞ്ഞെങ്കിലും കിടങ്ങറായിൽ മണിമല ആറിനും നെടുമുടി, പള്ളാത്തുരുത്തി എന്നിവിടങ്ങളിൽ പമ്പയാറിനും കുറുകെ പാലങ്ങൾ വേണ്ടിയിരുന്നു. ഈ പാലങ്ങളുടെ പണി തീർന്നത് 1980 മാത്രമാണ്. ഈ പാലങ്ങളുടെ പണി തീരുന്നതുവരെ അവിടെയെല്ലാം ചങ്ങാടങ്ങളിലാണ് വണ്ടികൾ മറുകരയിൽ എത്തിച്ചിരുന്നത്. ഇപ്പോൾ നമ്മൾ കിടങ്ങറ പാലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇടതുവശത്ത് മുട്ടാറിലേക്കുള്ള പാലമാണ് നമ്മൾ കണ്ടത്. ശ്രദ്ധിച്ചു നോക്കുക, ഇവിടം വരെ റോഡിന് ഒരു വളവില്ലായിരുന്നു. ഇവിടെയാണ് ആദ്യമായി ഒരു വളവ് ഉണ്ടായത്. ഈ വളവിൻ്റെ പേര് കോര വളവ് എന്നാണ്. നേരെ പോയിരുന്നെങ്കിൽ റോഡ് മാമ്പഴക്കരി ടച്ച് ചെയ്യാതെ അമ്പലപ്പുഴയിലെത്തുമായിരുന്നു. എന്നാൽ തൻ്റെ നാടായ മാമ്പുഴക്കരി വഴി പോകണം റോഡ് എന്ന് KM കോരയ്ക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതിൻ്റെ പേരിലാണ് ഈ വളവുണ്ടാക്കിയതും അതിന് കോര വളവ് എന്ന് പേര് വീണത്. 2018 വെള്ളപ്പൊക്കത്തിന് AC റോഡ് പൂർണ്ണമായും വെള്ളത്തിനടിയിലായി. കുട്ടനാട് ബാഹ്യലോകവുമായിട്ട് ബന്ധപ്പെടാൻ ബുദ്ധിമുട്ടി. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ 2020 പിണറായി വിജയൻ സർക്കാർ AC റോഡ് നവീകരിക്കുവാൻ മുൻകൈയെടുത്തു. 671 കോടി ചെലവിട്ടാണ് ഈ നവീകരണം നടത്തിയിരിക്കുന്നത്.
3 പാലങ്ങളുടെയും പണി കുറേ കൂടെയൊക്കെ തീരുവാനുണ്ടെങ്കിലും റോഡിൻ്റെ പണി മിക്കവാറും തീർന്നിട്ടുണ്ട് എന്ന് പറയാം. നിങ്ങൾ കാണുന്നത് പോലെ സുഖകരമായി ഡ്രൈവ് ചെയ്യാവുന്ന മനോഹരമായ റോഡായി AC റോഡ് മാറി.